കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഒരുപാട് ലക്ഷണങ്ങൾ കാണാറുണ്ട്. ഇങ്ങനെ പ്രഗ്നൻ്റ് ആകുന്ന സ്ത്രീകൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴുണ്ടാകുന്ന 4 ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒരു കാര്യം തുടക്കത്തിൽ തന്നെ പറയട്ടെ, പ്രഗ്നൻസി ലക്ഷണങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമാണ്, പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും കൂടുതൽ ആൻസൈറ്റിയോടുകൂടിയോ സ്ട്രെസ്ഡ് ആയിട്ടോ ഇരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ലക്ഷണങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്ന ഒരാൾക്ക്, മെച്യൂർഡ് ആയിട്ടുള്ള ഒരാൾക്ക്, അതല്ലെങ്കിൽ ഈ വിഷയത്തെപ്പറ്റി കൂടുതലായിട്ട് അറിവുള്ള ഒരാൾക്ക് ഇതൊക്കെയാണ് പ്രഗ്നൻസി ലക്ഷണങ്ങൾ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. എന്നാൽ അതൊന്നും ഇല്ലാത്ത, ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകളൊന്നും അധികം എടുക്കാത്ത, വിവാഹം കഴിഞ്ഞിട്ട് അധികമായിട്ടില്ലാത്ത സ്ത്രീകൾക്കൊക്കെ ഇത് പ്രഗ്നൻസി ലക്ഷണമാണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുമ്പോഴേക്കും നിങ്ങൾ ചെയ്യേണ്ടത്, ശരീരത്തിന് നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ശരീരത്തിന് കെയർ ചെയ്യുന്നത് അതിനേക്കാളും കുറച്ചുകൂടി ഒരു പടി കൂടി ഉയർത്തി ശരീരത്തിന് നല്ലൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇംപ്ലാന്റേഷൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ എംബ്രിയോ ഒന്ന് ഗ്രോ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത്. ജസ്റ്റ് ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ 4 ലക്ഷണങ്ങൾ എനിക്ക് കാണുന്നില്ല, അപ്പോൾ എൻ്റെ ഇംപ്ലാന്റേഷൻ ഫെയിലായി, അല്ലെങ്കിൽ ഈ 4 ലക്ഷണങ്ങൾ എനിക്ക് വരുന്നുണ്ട്, ഞാൻ പ്രഗ്നന്റ് ആയിരിക്കും എന്ന് ഒരുപാട് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് പീരിയഡ്സ് ആകുമ്പോഴുണ്ടാകുന്ന നിരാശ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോസ് കേൾക്കുക, ആ ലക്ഷണം ഉണ്ടെങ്കിൽ ശരീരത്തിനൊന്ന് ശ്രദ്ധിക്കുക, അതിനുശേഷം അതിനെ കൂടെ വിടുക കേട്ടോ. അത് മാത്രമേ നിങ്ങൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓവറായിട്ട് ടെൻഷൻ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ അത് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാൻ കാരണമാകും. പിന്നെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം, ഒരു പ്രഗ്നൻസി ലക്ഷണങ്ങളും ഇല്ലാതെ ഒരുപാട് പേര് പ്രഗ്നന്റ് ആകുന്നുണ്ട്. അതുപോലെ ഭയങ്കര വിയേർഡായിട്ടുള്ള, ഭയങ്കര വിചിത്രമായിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടായിട്ട് പലരും പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്ത് പോകുന്നവരും ഉണ്ട്. അപ്പോൾ ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട, ഡേറ്റ് മിസ് ആകുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഇങ്ങനെ ഒരു ഡിസ്ക്ലെയിമർ ഇട്ടത് ഒരുപാട് പേര് ഈ വീഡിയോസ് കാണുമ്പോഴേക്കും ടെൻഷൻ ആകുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ. ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത്, നമ്മൾ ആ കിടക്കിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റു, അതിനുശേഷം നമ്മൾ പലരും തന്നെ കിടക്കിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പോകുന്നത് ബാത്റൂമിൽ പോകും, നമ്മൾ ബ്രഷ് ചെയ്യും. ബ്രഷ് ചെയ്യുന്ന സമയത്ത് പലർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ആ ഒരു നോസിയ, അല്ലെങ്കിൽ നമുക്ക് വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി കൂടുതലായിട്ട് വരുന്നത്. ഈ വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ആയിരിക്കും നമുക്ക് ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരിക്കലും ഒരാളും തുടക്കത്തിൽ തന്നെ അങ്ങോട്ട് ഛർദ്ദിച്ച് തുടങ്ങില്ല, നമുക്ക് ടെൻഡൻസി ആയിരിക്കും ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്. കാരണം അത്രയും നേരം വരെ നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, ഹോർമോൺസ് ഒക്കെ അതിൻ്റെതായിട്ടുള്ളൊരു പീക്കിൽ നിൽക്കുമായിരിക്കും. ഈ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മളിൽ പെട്ടെന്ന് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റ് നമ്മുടെ വായിലോട്ട് അങ്ങനെ എത്തുമ്പോഴേക്കും അവിടെ അതിനൊരു റിയാക്ഷൻ ഉണ്ടാകും. അങ്ങനെ സംഭവിക്കുമ്പോൾ പലർക്കും നൗഷ്യ ഫീലിംഗ് ഉണ്ടാകും, നമുക്ക് വൊമിറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ടെൻഡൻസീസ് ആയിരിക്കും. ടങ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ടെൻഡൻസി ഭയങ്കര കൂടുതലായിരിക്കും. ഏറ്റവും കൂടുതൽ നമുക്ക് ആ ഒരു സമയത്തൊക്കെ വായിൽ ഭയങ്കര വഴുവഴുപ്പ് ഫീൽ ചെയ്യും. വഴുവഴുപ്പ് എന്ന് പറയുന്നൊരു മ്യൂക്കസ്, നിങ്ങളിപ്പോൾ ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഒക്കെ നമ്മൾ വായിൽ കൂടുതൽ വഴുവഴുപ്പ് ഉണ്ടാവുക എന്ന് പറയുന്നത്. വായിൽ നിന്നിങ്ങനെ ഞോളപ്പ് പോലെ, അതായത് നമുക്കൊരു സെർവിക്കൽ മ്യൂക്കസിന്റെ ഒരു ടെക്സ്ചർ ഡിസ്ചാർജ് പറഞ്ഞില്ലേ, ഏകദേശം ആ ഒരു ടെക്സ്ചറുള്ള ഭയങ്കര ഒരു വഴുവഴുപ്പ് പോലെയുള്ള ഒരു ഡിസ്ചാർജ് നമുക്ക് വായിൽ നിന്നും ഇങ്ങനെ ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാകും. അത് നമുക്ക് ഏറ്റവും ആദ്യം പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. എസ്പെഷ്യലി അവരുടെ ടങ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് വഴുവഴുപ്പ് നമുക്ക് ഫീൽ ചെയ്യുക, പെട്ടെന്ന് അങ്ങോട്ട് വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസീസ് വരിക കേട്ടോ. ഇത് ആദ്യത്തെ സ്റ്റേജിലാണ്, അതുകൊണ്ടാണ് വൊമിറ്റിംഗ് പറയാത്തത്. പലർക്കും വൊമിറ്റിംഗ് ഉണ്ടാവും. ഏർലി സ്റ്റേജിൽ തന്നെ അവർ വൊമിറ്റ് ചെയ്യുന്നത് മഞ്ഞ കളറുള്ള ഒരു വെള്ളമായിരിക്കും, ഭയങ്കര കയ്പ് ഉണ്ടാവുന്ന, നമുക്ക് ഒട്ടും തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വൊമിറ്റിംഗ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത് കേട്ടോ. രണ്ടാമത് നമ്മളവിടെ വൊമിറ്റിംഗ് കഴിഞ്ഞു. രണ്ടാമതായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഗ്യാസ് ആയിരിക്കും. ചിലരൊക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ വെള്ളം കുടിക്കാറുണ്ട്, ഒരു ഗ്ലാസ് സാധാ വെള്ളം കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉലുവയോ ഗ്രാമ്പോ ഒക്കെ ആയിട്ട് വെള്ളം കുടിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഉലുവ വെള്ളവും ഗ്രാമ്പൂ വെള്ളവും നമ്മുടെ ഓവുലേഷൻ നടക്കുന്ന സമയം വരെ കുടിക്കേണ്ടതായുള്ളതുകൊണ്ട്, ഇനി ഉണക്കമുന്തിരി വെള്ളമോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നുണ്ടെങ്കിൽ, അത്രയും നാൾ വരെ നിങ്ങൾ കുടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഗ്യാസ് ഫോം ആയിട്ടില്ലെങ്കിൽ, നിങ്ങൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഇത് കുടിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഗ്യാസിന്റെ ഫോർമേഷൻ ഉണ്ടാകും. കാരണം നമ്മൾ അത്രയും നേരം വരെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ഫാസ്റ്റിംഗിൽ നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലോട്ട് എന്ത് ചെന്നാലും, പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് ഗ്യാസ് ഫോം ചെയ്യുക എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പച്ചവെള്ളം കുടിച്ചാലും നമുക്ക് ഗ്യാസ് ഫോം ആയിട്ട് വരുന്നത് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകും. അത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന രണ്ടാമത്തെ ടെൻഡൻസിയാണ്. മൂന്നാമതായിട്ട് നമുക്ക് ഉണ്ടാകുന്നത്, ഈ ഗ്യാസ് ട്രബിളിന്റെ കംപ്ലൈന്റ് നമുക്ക് കൂടുതലായിട്ട് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് തലവേദനയാണ്. ഈ ഗ്യാസ് ഫോം ചെയ്യുന്നതോടൊപ്പവും അത് മാത്രമല്ല
നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം സ്ലോ ആകുന്നത് കൊണ്ടും നമ്മുടെ ശരീരത്തിലോട്ടുള്ള രക്തയോട്ടം കൂടുന്നത് കൊണ്ടും നമുക്ക് പ്രഗ്നൻസിയുടെ തുടക്കത്തിലുള്ള സ്റ്റേജിൽ തന്നെ തലവേദന അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. മൈഗ്രെയിന്റെ കംപ്ലൈന്റ് ഉള്ളവർക്ക് രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ മുതൽ തലവേദന ഉണ്ടാകുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്ക് തലവേദന ഇങ്ങനെ റെക്കറന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക, നമുക്ക് മൈഗ്രെയിന്റെ ബുദ്ധിമുട്ടുള്ള ഒരാളല്ല, നമ്മൾ വെയിലത്ത് ഇറങ്ങിയിട്ടില്ല, നമ്മൾ ഡീഹൈഡ്രേഷൻ നമുക്ക് സംഭവിച്ചിട്ടില്ല, ഇങ്ങനെയൊന്നും ഉണ്ടാവാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തലവേദന ഉണ്ടാകുന്നത്, ഗ്യാസുമായി ബന്ധപ്പെട്ട് നമുക്ക് തലവേദന ഉണ്ടാകുന്നത് പലർക്കും ഈ ഒരു പ്രഗ്നൻസിയുടെ ലക്ഷണമായിട്ട് കാണാറുണ്ട്. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരീരം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത്, നിങ്ങൾ ഭക്ഷണം കഴിച്ചു വന്നിരിക്കട്ടെ, ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴേക്കും പലർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്, നമ്മുടെ ആ ഒരു ഗ്യാസ് ട്രബിളിനൊന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഹാർട്ട് ബേൺ അനുഭവപ്പെടുക. ഹാർട്ട് ബേൺ എന്ന് പറയുന്നത് നമ്മുടെ നെഞ്ചരിച്ചിൽ അനുഭവപ്പെടുക. നമുക്ക് നെഞ്ചിന്റെ അങ്ങോട്ടേക്ക് എന്താണ് തീ കത്തിച്ച് വെച്ച പോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ട്, ഒരു വിമിഷ്ടം നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. പലർക്കും പ്രഗ്നന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം സ്ലോ ആകാറുണ്ട്, അവരുടെ ദഹന വ്യവസ്ഥ സ്ലോ ആകാറുണ്ട്. ഈ സ്ലോ പ്രോസസ്സ് നമുക്ക് അവിടെ നടക്കുന്നത് നമ്മുടെ ആ ഒരു പ്രൊജസ്ട്രോൺ ഹോർമോൺ ഇൻക്രീസ് ആകുമ്പോഴേക്കും, ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ ആ ഒരു എംബ്രിയോനെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ദഹനം ഒന്ന് സ്ലോ ആകും. ഇങ്ങനെ സ്ലോ ആകുമ്പോഴേക്കും നമുക്ക് ഓൾറെഡി നമ്മുടെ ആ ഒരു ഗ്യാസ് ഫോം ചെയ്യാനും അതുപോലെ ഹാർട്ട് ബേൺ, നെഞ്ചരിച്ചിലും നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അടുത്തതായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് കോൺസ്റ്റിപ്പേഷനാണ്. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് നമുക്ക് വയറ്റിൽ നിന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. ഈ ലക്ഷണങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് തന്നെ ആ ഒരു ഏർലി പ്രഗ്നൻസിയിൽ തന്നെ നമുക്ക് ഭയങ്കര വേഴ്സ് ആയിട്ട് അനുഭവപ്പെടുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങൾ. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ശരീരം നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, അതുപോലെ വെജിറ്റബിൾസ് ഒരുപാട് കഴിക്കുക, എത്രത്തോളം ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുക. ഒരിക്കലും ഒരു ഫ്രൂട്ട്സും ഒരുപാട് നിങ്ങൾ എടുക്കരുത്, കുറച്ച് മാത്രം, ഒരു ദിവസം ഒരു ഓറഞ്ച്, അങ്ങനെയുള്ള രീതിക്ക് മാത്രം നിങ്ങൾ കഴിക്കുക കേട്ടോ. കൂടുതലായിട്ട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും കൂടുതൽ എടുക്കരുത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രഗ്നൻസി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നട്ട്സ് നന്നായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. ആൽമണ്ട്, കാഷ്യൂനട്ട്, അതുപോലെ ഡ്രൈ ഫിഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, വാൾനട്ട്, ഇതെല്ലാം 5 വീതം നിങ്ങൾ എടുക്കുക. ഡ്രൈ ഫിഗ് ഒക്കെ 2 വീതമൊക്കെ ഒരു ദിവസം നിങ്ങൾ എടുക്കുന്നത് കുഞ്ഞിന് ആ തുടക്കത്തിൽ തന്നെ വേണ്ടുന്ന പോഷകങ്ങളെല്ലാം കിട്ടുന്നതിനും ഹാർട്ട് ബീറ്റ് എല്ലാം കൃത്യമായിട്ട് കിട്ടി കുഞ്ഞിന്റെ ഗ്രോത്ത് എല്ലാം കൃത്യമായിട്ട് വരുന്നതിനും സ്കാനിങ്ങിൽ എളുപ്പത്തിൽ വിസിബിൾ ആകുന്നതിനും സഹായിക്കുന്നു. നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നന്റ് ആയില്ലെങ്കിലും ഈ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രഗ്നൻസി ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അത് മാത്രമല്ല, ഒരുപാട് പേര് ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ പ്രഗ്നൻസി നഷ്ടമായിട്ട് പോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ പ്രഗ്നൻസി നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയങ്ങളിൽ തന്നെ ധാരാളം ന്യൂട്രിയൻസ് ശരീരത്തിൽ എത്തിക്കുന്നത് നിങ്ങളെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മോർണിംഗ് സ്റ്റേജിൽ നമ്മൾ ഉറക്കം വരുന്നതിന് ഉടനെ തന്നെ ഉണ്ടാകുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോ. നിങ്ങൾ കേൾക്കുക, നിങ്ങൾക്ക് ആ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ശരീരം ശ്രദ്ധിക്കുക. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഈ വീഡിയോ, ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓരോ ദിവസം ചാനലിൽ ഒരു 2, 3, 4, 5 സബ്സ്ക്രൈബേഴ്സ് വീതം പുതിയതായിട്ട് വരുന്നുണ്ട്. അവരെല്ലാവരും അറിയുന്നവരായിരിക്കില്ല, അറിയാത്തവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. നിങ്ങൾ ഇതിനെപ്പറ്റി അറിയുന്നവരാണെങ്കിൽ സോറി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ, നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ, ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ, ജനുവരി 1-നെ ഡേ 1 ആയിട്ടെടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16, ഫെബ്രുവരി 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.